ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബാബ ഹട്ട് ഹാപ്പിനെസ് പാർക്കിലാണ് കേട്ടോ. ഇന്നത്തെ ഈവനിങ് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പുതിയൊരു സ്ഥലത്ത് പോയി സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഹാപ്പിനെസ് പാർക്കിനെ കുറിച്ച് ഓർക്കുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടേ ഞങ്ങളുടെ റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും എത്താന്നായിരുന്നു പ്ലാൻ. പക്ഷേ എത്തി വന്നപ്പോൾ 5:30 കേട്ടോ ഗൈസ്. എന്നാലും സാരല്ല, വൈകുന്നേരം 4 മണിക്ക് തുറക്കുന്ന പാർക്ക് രാത്രി 12 മണി വരെ ഇല്ലേ. നമുക്ക് അടിച്ചു കളിക്കാൻ ഇഷ്ടം പോലെ സമയം കിടക്കുകയാണ്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഇവിടെ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുമിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ബോട്ടിംഗ് പോകാനും ട്രീ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയ പാർക്കിംഗ് ഏരിയയും ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്നിട്ട് കാർ പാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചായപ്പീടികയുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും. അങ്ങനെ ഒരു ഈവനിങ് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വിസിറ്റ് അങ്ങ് പ്ലാൻ ചെയ്യാന്നേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇരുട്ടായി ഗൈസ്. എന്നാൽ പിന്നെ ചായപ്പിടിയെ പോയിട്ട് എന്താ ഉള്ളതെന്നൊക്കെ നോക്കാൻ വിചാരിച്ച് അവിടെ വന്നു. ഞങ്ങളൊരു ചായ പറഞ്ഞു, കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ പറഞ്ഞു. ടീ സ്നാക്സ് ആയിട്ട് ഞങ്ങൾ പഴംപൊരിയും മുട്ട ബജിയാണ് പറഞ്ഞത്. അവിടെ പിന്നെയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചൂടോടെ ആ സ്നാക്സൊക്കെ കഴിച്ച് അവിടെ വർത്താനം പറഞ്ഞിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിംഗ് ഒക്കെ പോകാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ ഈ ഒരു ആംബിയൻസിൽ ചുമ്മാ ഇങ്ങനെ ശാന്തമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ചധികം നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒന്നും കൂടി ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. പിള്ളേരുടെ ഭയങ്കര ബിസിയാണ്, അവിടെ കളിക്കാനുള്ള എല്ലാ ഐറ്റത്തിലും കയറണം എന്നും പറഞ്ഞ് അവർ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഏർലി മോർണിംഗ് ട്രിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് അവിടെ നോൺ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് വെജാണ് കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിള്ളേർ കളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയി ഡിന്നർ കഴിക്കാനായിരുന്നു പിന്നെ പ്ലാൻ. കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെയുള്ള ഓരോ ഐറ്റത്തിലും കയറി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ ബാക്കിയെല്ലാം കളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ട്രീ ഹൗസിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറിക്കാൻ വിചാരിച്ചു. സ്നാക്സ് ഓൾറെഡി കഴിച്ചതുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒന്നും പിന്നെ വാങ്ങിച്ചില്ല. സ്നാക്സും കൊണ്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായേനെ, പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇവിടുന്ന് ഡിന്നർ കഴിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ലാവൻഡർ ഷെയ്ഡിലുള്ള സീറ്റും അതുപോലെ തന്നെ ഒരു കുഞ്ഞു ടേബിളും. ആക്ച്വലി ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാനോ ചാടിക്കാനൊക്കെ വേണ്ടിയുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് സ്പോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓരോ മോറ്റവും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയോടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.